കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ തുടർ നടപടികൾക്ക് ഇഡി. AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഉടൻ വിളിപ്പിക്കും. അതിന് മുന്നോടിയായി തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ഡേവിസ് കാടയ്ക്ക് ഇഡി നോട്ടീസ് നൽകി. വിവരങ്ങളുമായി രാഗിൻ ചേരുന്നു. രാഗിൻ, ഗുഡ് മോർണിംഗ്. വീണ്ടും ഈ കേസ് ഉയർന്നു വരികയാണ്. ഇഡി അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുന്നു, അല്ലേ? മോദി, ഗുഡ് മോർണിംഗ്. നേരത്തെ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നതാണ്. അതിനുശേഷവും ചില നടപടികളുണ്ടായെങ്കിലും പിന്നീട് അതിൽ ചെറിയ കാലതാമസമുണ്ടായി. എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ നടപടിക്രമങ്ങൾ ഊർജിതമാകുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിൽ പ്രധാനമായും AC മൊയ്തീൻ, MK കണ്ണൻ തുടങ്ങിയവരെയൊക്കെ വീണ്ടും ചോദ്യം ചെയ്യാനുണ്ട്. അത് അല്പം കാലതാമസം എടുത്തിരിക്കുകയായിരുന്നു. ഇവർക്ക് ഉടൻ നോട്ടീസ് നൽകും എന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതിന് മുന്നോടിയായി ഇപ്പോൾ തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറായിട്ടുള്ള അനൂപ് ഡേവിസ് കാടയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അനൂപിനെ ഉടൻ തന്നെ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്തയാഴ്ച അനൂപ് ഹാജരാകും. അതിനുശേഷം മധു അമ്പലപ്പുരം, മറ്റൊരു കൗൺസിലറാണ് വടക്കഞ്ചേരിയിലെ, മധു അമ്പലപ്പുരത്തെ വിളിപ്പിക്കും. കൂടുതൽ വിശദാംശങ്ങളും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമായിരിക്കും ഇനി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുക. അത് AC മൊയ്തീനെ വിളിപ്പിക്കുന്ന നടപടിക്രമങ്ങളാണ്. ആദ്യഘട്ട കുറ്റപത്രത്തിൽ 55ഓളം പേരാണ് പ്രതിപ്പട്ടികയിൽ വന്നിരുന്നത്. ഇനി കൂടുതൽ നേതാക്കളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. കൂടുതൽ CPM നേതാക്കളിലേക്ക് ഈ അന്വേഷണം പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. AC മൊയ്തീന് ഉടൻ നോട്ടീസ് നൽകാനാണ് തീരുമാനം. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളിലേക്കും അന്വേഷണം എത്തും എന്നതാണ് ED വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി രാഗിൻ.